ഹലോ എവരിവൺ, ഐറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2016 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതായത് ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, its purpose is to promote entrepreneurship among SC, ST and women entrepreneurs. Second one, it provides for refinance through SIDBI. Select the correct answer using the code given below. Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. അപ്പോൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം അതിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ വിത്ത് റെഫറൻസ് ടു സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ കറക്റ്റ്? ഓക്കെ, താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിന് വെച്ച്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് അറിഞ്ഞിരുന്നത് മാത്രമേ ഈ ഒരു ആൻസർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ്? ഇറ്റ്സ് പർപ്പസ് ഈസ് ടു പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പ് എമോങ് SC, ST ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൻ്റെ പർപ്പസ് എന്താണ്? ടു പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പ് എമോങ് SC, STs ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ റീഫിനാൻസ് ത്രൂ SIDBI. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. നമ്മളത് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ആൻസർ ഏതായിരിക്കും? ആൻസർ ബോത്ത് 1 and 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്? ഇതിൽ പറയുന്ന പോലെ തന്നെ ഇത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. എന്താണ്? നമ്മുടെ SC, ST കമ്മ്യൂണിറ്റീസിനും അതുപോലെ എന്താണ് വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെയും ഒരു എന്ത് ചെയ്യാനായിട്ട് അവരുടെ എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ അതിൻ്റെ റീഫിനാൻസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? SIDBI വഴിയാണ്. ഓക്കെ, SIDBIയുടെ ഫുൾ ഫോം എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് SIDBIയുടെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അപ്പോൾ SIDBI ആണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള ഫിനാൻഷ്യൽ ഇനിഷ്യേറ്റീവ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രൊമോട്ട് ദ എൻ്റർപ്രണർഷിപ്പ് എമോങ് SC, ST അതുപോലെ എന്താണ് വുമൺ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, സോ അതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂസിൽ വരുന്ന മറ്റ് ഇതുപോലുള്ള എന്തെങ്കിലും സ്കീമൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഫോർ ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്കീമുകൾ ന്യൂസിൽ വരുന്നു, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ഏതെങ്കിലും സ്കീമൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. The FAO accords the status of globally important agriculture heritage system, GIAHS, to traditional agriculture system. What is the overall goal of this initiative? Okay, so FAO accordsനെ പറ്റിയാണ് പറയുന്നത്. First one, to provide modern technology training in modern farming methods and financial support to local communities of identified GIAHS so as to greatly enhance their agriculture productivity. Second statement, to identify and safeguard eco-friendly traditional farm practice and their associated landscapes, agriculture biodiversity and knowledge system of the local communities. Next one, to provide geographical indication status to all the varieties of agriculture produce in such identified GIAHS. Okay, so select the correct answer using the code below. Okay, sorry, രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി രണ്ടെണ്ണം എന്താണ് മിസ്സിംഗ് ആണ്. എന്തായാലും നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൽ ആദ്യം എലിമിനേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ എലിമിനേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റത്തിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം. നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. To provide geographical indication status to all the varieties of agriculture produced in such identified GIHS. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. GI ടാഗിനെ പറ്റി എന്താണ് നമുക്കറിയാം. GI ടാഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഏതെങ്കിലും ഒരു ക്രോപ്സിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും എന്താണ് ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോഗ്രഫിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അതിനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്താണ് GI ടാഗ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഓക്കെ, നോക്കി, കാരണം ടു പ്രൊവൈഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ടു ഓൾ ദ വെറൈറ്റീസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻ സച്ച് ഐഡൻറ്റിഫൈഡ് GIHS. ഓക്കെ, അങ്ങനെ എന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ ഓപ്ഷന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി. ഫസ്റ്റ് എന്താണ്?
to provide modern technology, training in modern farming methods, and financial support to local communities of identified GIHS so as to greatly enhance their agriculture productivity. ഓക്കെ, അതും എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്താണ്, തെറ്റാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് നോക്കി, to identify the safeguard eco-friendly traditional farm practices and their associated landscapes, agriculture, biodiversity and knowledge system of the local communities. ഓക്കെ, ഇതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണുള്ള സിസ്റ്റമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ FAO അക്കൗണ്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റത്തിനെ പറ്റി എന്താണ് പറയുന്നത്, അതാണ് GIHS എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്, ഓക്കെ, ആ ട്രഡീഷണൽ അഗ്രികൾച്ചറിന് എങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ്, GI ടാഗ് എന്താണ്, ഒരു ഏതെങ്കിലും ഒരു ക്രോപ്സ് ആയാലും എന്തായാലും ഓക്കെ, അത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനെ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ എന്താണ് അതിൻ്റെ ട്രഡീഷണൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിന് വെച്ചല്ല തീരുമാനിക്കുന്നത്. ഓക്കെ, GI ടാഗ് എപ്പോഴും എന്താണ്, അത് എവിടെ നിന്നാണ് ഒറിജിൻ ആയത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് എവിടെ നിന്നാണ് ഒറിജിൻ ആയത് എന്നാണ് എന്ത് GI ടാഗ്, അത് വെച്ചാണ് ഇത് GI ടാഗ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, അത് ഒരു ക്രോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ട്രഡീഷണൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ട്രഡീഷണൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിനെ ഒന്നും വെച്ചിട്ടല്ല കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം GI എന്താണ് ഒരു സെപ്പറേറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, GI എന്ന് വെച്ചാൽ GI ടാഗ് എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is or are tributary or tributaries of Brahmaputra? ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ദിബാങ്, കമാങ്, ദെൻ ലോഹിത്. ഇതിൽ ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് എന്ന്. അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻസർ എന്താണ്, ഇത് മൂന്നും ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, ഏകദേശം എല്ലാ ക്വസ്റ്റിനും എന്താണ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ് മിക്കതും. നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ എന്താണ് കൂടുതലും ഫാക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് 2014 വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എലിമിനേഷൻ ട്രിക്ക് ഉപയോഗിക്കുന്നത് ഭയങ്കര റെയറാണ് ഈ ഒരു പേപ്പറിൽ. അപ്പോൾ ആൻസർ എന്താണ്, 1, 2 and 3 ആണ് ദിബാങ്, അതുപോലെ എന്താണ് കമെങ്, അതുപോലെ ലോഹിത്. ഇത് മൂന്നും എന്താണ് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്രയുടെ ബാക്കി ട്രിബ്യൂട്ടറീസ് ഏതെന്നും കൂടെയൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, ജസ്റ്റ് ആദ്യം എന്താണ് ബ്രഹ്മപുത്രയെ പറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിവറാണെന്ത് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. നമ്മളെ പെരിനിയൽ റിവേഴ്സിൽ മെയിനായിട്ടുള്ള 3 റിവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഇൻഡസ്, അതുപോലെ ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര. അപ്പോൾ അതുപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണെന്ത് ബ്രഹ്മപുത്ര റിവർ പറയുന്നത്. എവിടെയാണ്, ടിബറ്റിൽ നിന്നാണ് ഇത് ടിബറ്റിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഒറിജിനൽ ആകുന്നത്. ഓക്കെ, എവിടെ, ഏകദേശം നമ്മുടെ ചെമയിങ്തിങ് ഗ്ലേഷ്യർ. ഓക്കെ, ഹിമാലയയിലെ ചെമയിങ്തിങ് ഗ്ലേഷ്യർ ആണ് ചെമയിങ്തിങ് ഗ്ലേഷ്യറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എവിടെയാണിത് എത്തിച്ചേരുന്നത്, ലാസ്റ്റ് ഫൈനലി ഇത് റീച്ച് ചെയ്യുന്നത് എവിടെയാണ്, ഡ്രെയിൻസ് ആവുന്നത് എവിടെയാണ്, ഡ്രെയിൻസ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ബേ ഓഫ് ബംഗാളിലാണെന്ത് ഇത് ഡ്രെയിൻ ആവുന്നത്. ഓക്കെ, ടോട്ടൽ 2900 കിലോമീറ്ററോളം 2900 കിലോമീറ്ററോളം എന്താണ് ബ്രഹ്മപുത്ര കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് എൻറ്റേഴ്സ് ഇന്ത്യ ഇൻ വിച്ച് സ്റ്റേറ്റ്, ഇറ്റ് എൻറ്റേഴ്സ് ഇന്ത്യ ഇൻ അരുണാചൽ പ്രദേശ്. ഓക്കെ, അരുണാചൽ പ്രദേശ് വഴിയാണ് ഇത് ഇന്ത്യയിലേക്ക് എൻ്റർ ആവുന്നത്. സോ ബ്രഹ്മപുത്ര എവിടെയാണ്, ടിബറ്റിലാണ്. അതുപോലെ എന്താണ് ചെമയിങ്തിങ് ഗ്ലേഷ്യറിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ദെൻ ഇറ്റ് ഡ്രെയിൻസ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഇതെല്ലാം നമുക്ക് എന്താണ് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇറ്റ് കവേഴ്സ് 2900 കിലോമീറ്റേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് എൻറ്റേഴ്സ് ഇന്ത്യ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് ബേസ് ആയിട്ടുള്ള ബ്രഹ്മപുത്ര റിവറിനെ പറ്റിയുള്ള ചില ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് പറയാം, ഇപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് എന്താണ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ഒന്നും കൂടെ എന്താണ് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇത് മൂന്നും നമുക്കറിയാം, ദിബാങ്, അതുപോലെ എന്താണ് കമെങ്, അതുപോലെ ലോഹിത്. അത് മൂന്നും എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി ഇത് കൂടാതെ ധൻസിരി, മാനസ്, സുബൻസിരി, ദെൻ ടീസ്ത. ഓക്കെ, ഇത് ഇത്രയും എന്താണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട മറ്റ് ചില ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്, ദിബാങ് ഉണ്ട്, കെമാങ് ഉണ്ട്, ലോഹിത് ഉണ്ട്. ഇത് കൂടാതെ എന്താണ് ധൻസിരി, ദെൻ മാനസ്, സുബൻസിരി, ടീസ്റ്റ. ഇതൊക്കെ എന്താണ് ബ്രഹ്മപുത്രയുടെ മറ്റ് ചില എന്താണ് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, സോ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ ഇൻഡസിൻ്റെ അതുപോലെ ഗംഗയുടെ നോക്കി വയ്ക്കുക, അവരുടെ ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക, എന്തൊക്കെയാണ് എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ,
പിന്നെ ഏതൊക്കെ സ്റ്റേറ്റിനെ കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ഈസ് സംടൈംസ് സീൻ ഇൻ ന്യൂസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് എന്ത് കോർ ബാങ്കിങ് സൊല്യൂഷന് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ടൈം കോർ ബാങ്കിങ് സൊല്യൂഷൻ. First one, it is a networking of a bank's branches which enables customers to operate their accounts from any branch of the bank on its network regardless of where they open their accounts. Second statement, it is an effort to increase RBI's control over commercial banks through computerization. Third one, it is a detailed procedure by which a bank with huge non-performing assets is taken over by another bank. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതും എന്താണ് ഫാക്ട് അറിഞ്ഞിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. കോർ ബാങ്കിങ് സൊല്യൂഷനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ഇറ്റ്സ് വൺ ഓൺലി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്ത് ശരിയായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്കിംഗ് ഓഫ് എ ബാങ്ക്സ് ബ്രാഞ്ചസ് വിച്ച് എനേബിൾസ് കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട്സ് ഫ്രം എനി ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് on its network regardless of where they open their accounts. Okay, core banking solution, something related to എന്താണ് ബാങ്കിങ്ങിലുള്ള ഒരു സൊല്യൂഷനെ പറ്റിയാണ് പറയുന്നത്. സോ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിഞ്ഞണമെങ്കിൽ എന്താണ് ആ ഒരു ലെവലിൽ നമുക്ക് ചിന്തിക്കാം. കാരണം എന്താണ് സംതിങ് റിലേറ്റഡ് ടു ബാങ്കിങ് സൊല്യൂഷനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കുക ഏതാണ് ഇതിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏത് ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് CBS അല്ലെങ്കിൽ കോർ ബാങ്കിങ് സൊല്യൂഷൻസിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, CBSൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കാം. അപ്പോൾ എന്താണ് ഇത് മെയിനായിട്ട് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സ്പീഡിങ് അപ്പ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, banking transactions and to expand the presence of ബാങ്കിങ് ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ്. അതായത് എന്താ റൂറൽ ഏരിയാസിലും അതുപോലെ റിമോട്ട് ഏരിയാസിലും എന്താണ് ബാങ്കിങ്ങിൻ്റെ ഒരു പ്രസൻറ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് CBS അല്ലെങ്കിൽ കോർ ബാങ്കിങ് സൊല്യൂഷൻ്റെ മറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പോലെ ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് ഓഫ് എ ബാങ്ക്സ് ബ്രാഞ്ചസ് വിച്ച് എനേബിൾസ് കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട്സ് ഫ്രം എനി ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് ഓൺ ഇറ്റ്സ് നെറ്റ്വർക്ക് റിഗാർഡ്ലെസ് ഓഫ് വെയർ ദേ ഓപ്പൺ ദെയർ അക്കൗണ്ട്സ്. ഓക്കെ, എവിടെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമില്ല. ഓക്കെ, ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് ആണ്. ഓക്കെ, ഒരുപാട് ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ആൻഡ് ഇറ്റ് എനേബിൾ കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട്സ് ഫ്രം എനി ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക്. ഓക്കെ, ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മളിപ്പോൾ എന്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ബാങ്കിൽ തന്നെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അക്കൗണ്ട് എടുത്ത് ആ ബാങ്കിൽ തന്നെ പോകണമെന്നില്ല. ഓക്കെ, സോ അതാണ് എന്ത് 29ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ് terms sometimes seen in news then their origin. Okay, ഏതാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ അനക്സ് ഓൺ കൺട്രീസ് കാർട്ടജീന പ്രോട്ടോകോൾ. സെക്കൻഡ് വൺ സർട്ടിഫൈഡ് എമിഷൻസ് റിഡക്ഷൻ നാഗോയ പ്രോട്ടോകോൾ. തേർഡ് വൺ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ക്യൂട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്, ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ പേയേഴ്സ് ഗിവൺ എബോ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ C ആണ്. നമുക്ക് ഏതാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ക്യൂട്ടോ പ്രോട്ടോകോൾ, ഇത് മാത്രമേ എന്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബാക്കി രണ്ടും എന്താണ് റോങ് ആണ്. അതായത് അനക്സ് ഓൺ കൺട്രീസ് കാർട്ടജീന പ്രോട്ടോകോൾ, അതുപോലെ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ്റെ നാഗോയ പ്രോട്ടോകോൾ എന്താണ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ കാർട്ടജീന പ്രോട്ടോകോൾ എന്താണ്? കാർട്ടജീന പ്രോട്ടോകോൾ ഇറ്റ്സ് എ ലീഗലി ബൈൻഡിങ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് അണ്ടർ ദ UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി UN കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലുള്ള ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. അണ്ടർ വിച്ച് ബോഡി? UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലീഗലി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് നാഗോയ പ്രോട്ടോകോൾ. എന്താണ് നാഗോയ പ്രോട്ടോകോൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നാഗോയ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഇതെന്താണ് ഒരു ഇൻ്റർനാഷണൽ ലീഗലി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ലീഗലി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ലീഗലി ബൈൻഡിങ് പ്രോട്ടോകോൾ ആണ്. എന്തിനു വേണ്ടി? ടു അക്സസ് ദ ജനറ്റിക് റിസോഴ്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്. ഓക്കെ, ടു അക്സസ് ദ ജനറ്റിക് റിസോഴ്സസ്, സംതിങ് റിലേറ്റഡ് ടു ജനറ്റിക് റിസോഴ്സ് ആണ്. നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ 2015 ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നാഗോയ പ്രോട്ടോകോളിനെ പറ്റി. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, നാഗോയ പ്രോട്ടോക്കോൾ ആയാലും അതുപോലെ കീറ്റോ പ്രോട്ടോക്കോൾ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ്സ് എ ഇൻ്റർനാഷണൽ ലീഗൽ ബൈൻഡിങ് എഗ്രിമെൻറ്റ് എന്തിനെ പറ്റിയുള്ള ജനറ്റിക് റിസോഴ്സ്. ഓക്കെ, ജനറ്റിക് റിസോഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്. ഓക്കെ, എന്തിന് ആക്സസ് ടു ജനറ്റിക് റിസോഴ്സ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്, അതാണ് ഏതെന്ന് പറയുന്നത് നാഗോയ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദെൻ കീറ്റോ പ്രോട്ടോക്കോൾ എന്താണെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു, എന്താണ് ഇറ്റ്സ് എ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? മാനേജ് ആൻഡ് റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആൻഡ് അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് കീറ്റോ പ്രോട്ടോക്കോളിൽ വരുന്നത്. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ റിഡക്ഷന് വേണ്ടിയാണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിഡക്ഷൻ, എസ്പെഷ്യലി ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ അതാണ് എന്തെന്ന് പറയുന്നത് കീറ്റോ പ്രോട്ടോക്കോൾ, അതുപോലെ എന്താണ് കാർട്ടേജിന പ്രോട്ടോക്കോൾ, നാഗോയ പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കി പ്രോട്ടോക്കോളിനെ പറ്റി, അതുപോലെ എന്താണ് ആ ടൈമിലുണ്ടായ മറ്റ് എഗ്രിമെൻറ്റ്സ്, ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ദെൻ എന്താണ് പാരീസ് എഗ്രിമെൻറ്റ്, ഇതിനെല്ലാം എന്താണ് നമുക്കൊരു കോമൺ ആയിട്ട് എന്താണിത്, എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കി പോകണം. നെക്സ്റ്റ് 31. In the context of developments in bioinformatics, the term transcriptome, sometimes seen in news, refers to first one, a range of enzymes used in genome editing, a full range of mRNA molecule expressed by an organism, the description of a mechanism of gene expression and a mechanism of genetic mutation taking place in cell. അപ്പോൾ ഏതാണ് ട്രാൻസ്ക്രിപ്റ്റോം എന്നൊരു വേർഡിന്, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ക്രിപ്റ്റോമിനെ പറ്റി ശരിയായിട്ടുള്ള എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് കറണ്ട് അഫയേഴ്സുമായിട്ടും അതുപോലെ എന്താണ് സയൻസ് ആൻഡ് ടെക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത്? ജസ്റ്റ് എന്താണ് നമുക്ക് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വേർഡുണ്ട് ട്രാൻസ്ക്രിപ്റ്റോം. ഓക്കെ, ട്രാൻസ്ഫർ എന്നുള്ള ഒരു വേർഡ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ട്രാൻസ്ക്രിപ്റ്റോം എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ, അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന എന്താണ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഇതായിരിക്കും. എന്താണ് എന്തിനെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എന്തിനെങ്കിലും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു എന്താണ് ഐഡിയ മനസ്സിൽ കിട്ടുന്നെങ്കിൽ നമുക്ക് ഏത് ആൻസർ ഇതിന് എടുക്കാൻ പറ്റും. നോക്കി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, എ ഫുൾ റേഞ്ച് ഓഫ് mRNA. ഓക്കെ, mRNA എന്ന് വെച്ചാൽ എന്താണ് മെസ്സഞ്ചർ RNA നമുക്കറിയാം. അപ്പോൾ എന്താണ് അതെന്തിനു വേണ്ടിയാണ്? ഇതെന്താണ് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അതായത് ഒരു ഐറ്റത്തിന് എന്താണ് മറ്റൊരു ഇതിലേക്ക് എന്താണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരിത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് എന്താണ് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബി ശരിയായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ എന്താണ് റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദ ഫുൾ റേഞ്ച് ഓഫ് mRNA മോളിക്യൂൾസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഓർഗാനിസം, അതാണ് എന്തെന്ന് പറയുന്നത് ഈ ട്രാൻസ്ക്രിപ്റ്റോം എന്ന വേർഡ് പറയുന്നത്. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. സോ ഇവിടെ എന്താണ് ദ ഫുൾ റേഞ്ച് ഓഫ് mRNA മോളിക്യൂൾസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഓർഗാനിസം, അതാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് കമ്പ്യൂട്ടർ ടെക്നോളജിയിലും അതുപോലെ എന്താണ് ബയോളജിക്കൽ ഇൻഫർമേഷൻ്റെ മാനേജ്മെൻറ്റിലും ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് എന്താണ് ഈ ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എന്താണ് എ സെറ്റ് ഓഫ് mRNA മോളിക്യൂൾസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഓർഗാനിസം. ഓക്കെ, അതാണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് എന്താണ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. എലിമിനേഷൻ ടെക്നിക്ക് എന്നാൽ നമുക്ക് ഭയങ്കര റെയറായിട്ട് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെർട്ടൈൻസ് ടു ഓപ്ഷൻ എ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ, ബി കൺസ്ട്രക്ഷൻ ഓഫ് സ്മാർട്ട് സിറ്റീസ് അക്രോസ് ദ കൺട്രി, സി ഇന്ത്യസ് ഓൺ സെർച്ച് ഫോർ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഇൻ ഔട്ടർ സ്പേസ്, then D new educational policy. Okay, so mission Indradhanush again current affairs related question ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ ആണ്. ഓക്കെ, മിഷൻ ഇന്ദ്രധനുഷ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ മിഷൻ ലോഞ്ച് ടു ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. ഓക്കെ, അത് ഒരു ഹെൽത്ത് മിഷനാണ്. മിഷൻ ഇന്ദ്രധനുഷ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഹെൽത്ത് മിഷൻ. എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? ടു ഫുൾ ഇമ്മ്യൂണൈസേഷൻ വിത്ത് ആൻ അവൈലബിൾ വാക്സിൻ ഫോർ ചിൽഡ്രൻ അപ് ടു 2 years ഓഫ് ഏജ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. ഓക്കെ, 2 വയസ്സുള്ള ചിൽഡ്രൻസിനും 2 years. ഓക്കെ, അതുപോലെ എന്താണ് പ്രഗ്നൻറ്റ് വുമണിനും എന്ത് കൊടുക്കുക? കംപ്ലീറ്റ് വാക്സിനേഷൻ. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാക്സിനും എന്താണ് കൊടുക്കുക. ഓക്കെ, ടു എൻഷുർ ഫുൾ വാക്സിനേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഫുൾ ഇമ്മ്യൂണൈസേഷൻ വിത്ത് ഓൾ അവൈലബിൾ വാക്സിൻ ടു 2 years ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. അതാണ് ഇതിൻ്റെ മിഷൻ ഇന്ദ്രധനുഷിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം? എന്താണ് ഒരു ഹെൽത്ത് മിഷനാണ്. എന്താണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്? ടു ഇമ്മ്യൂണൈസേജ് എന്ത് ചിൽഡ്രൻ ആൻഡ് pregnant woman with all available vaccines. Okay, children up to 2 years. Okay, അതാണ് മിഷൻ ഇന്ദ്രധനുഷ് പറയുന്നത്.
ഇനി അതുപോലെ എന്താണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഈ ഓപ്ഷൻ സി നോക്കുന്നത് എന്താണ്, 2014 സെയിം ഇതുപോലുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഗോൾഡിലോക്ക് സോണിനെയൊക്കെ പറ്റി. ഓക്കെ, ഗോൾഡിലോക്ക് സോൺ. അപ്പോൾ ഗോൾഡിലോക്ക് സോൺ എന്താണ്, ഈ പറയുന്ന കാര്യമാണ് ഇന്ത്യാസ് ഓൺ സെർച്ച് ഫോർ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഇൻ ഔട്ടർ സ്പേസ്. അതാണ് എന്തെന്ന് പറയുന്നത് ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്നത്. ആ ഒരു സോൺ ഔട്ടർ പ്ലേസിൽ ആ ഒരു സോണിന് എന്താണ് ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, കൺസ്ട്രക്ഷൻ ഓഫ് സ്മാർട്ട് സിറ്റീസ് അക്രോസ് ദ കൺട്രി. ഓക്കെ, കൺട്രിയിലെ സ്മാർട്ട് സിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യുക. അത് ഏത് മിഷനാണ്, അത് സ്മാർട്ട് സിറ്റി മിഷനാണ്. ഓക്കെ, സ്മാർട്ട് സിറ്റി മിഷൻ എന്ന് പറഞ്ഞൊരു മിഷനുണ്ട്, സ്മാർട്ട് സിറ്റി മിഷൻ 2050. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് സ്മാർട്ട് സിറ്റീസ് അക്രോസ് ദ കൺട്രി. സോ അതാണെന്ത് സ്മാർട്ട് സിറ്റി മിഷൻ 2015 എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ട്രാൻസ്ഫോം 100 cities വിത്ത് റോബസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഡ്രിവൺ സൊല്യൂഷൻ. ഓക്കെ, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ. ഓക്കെ, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ. നെക്സ്റ്റ് സി നമ്മൾ പറഞ്ഞു, സി എന്താണ് ഗോൾഡിലോക്ക് സോൺ വരുന്നതാണ്. അതിന് പറയുന്ന പേര് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മിഷൻ്റെ ഇതാണ് എന്ന് പറയുന്നത് എക്സോ വേൾഡ്. ഓക്കെ, എക്സോ വേൾഡ്സ് എന്നാണ് ഈ ഒരു മിഷൻ്റെ പേര് പറയുന്നത്. ഓക്കെ, എയിം ടു എക്സാമിൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് എക്സോ പ്ലാനറ്റ്സ്. ഓക്കെ, എക്സോ പ്ലാനറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയർ എക്സാമിൻ ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മിഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ എന്താണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തന്നെ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് ആ ഒരു ഇതിൽ കണക്ക് കൂടാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്തായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും, ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. ഓക്കെ, നെക്സ്റ്റ് 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following best describe the aim of Green India Mission of the Government of India? Okay, Green India Mission പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, incorporating environmental benefits and cost into the union and states budgets, thereby implementing the green accounting. Second one, launching the second green revolution to enhance agriculture output so as to ensure food security to one and all in the future. Third one, restoring and enhancing forest cover and responding to climate change by combination of adaptation and mitigation measures. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷനെ പറ്റി അറിഞ്ഞിരുന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള എന്താണ് കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഇൻ ടു ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ബഡ്ജറ്റ്സ് ദെയർ ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദ ഗ്രീൻ അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ പറയുന്നത് ലോഞ്ചിങ് ദ സെക്കൻഡ് ഗ്രീൻ റെവല്യൂഷൻ ടു എൻഹാൻസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് സോ ആസ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ടു വൺ ആൻഡ് ഓൾ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ സി 3 ഓൺലി ആയിരിക്കും. അപ്പോൾ എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്, ഇത് 2014 ലോഞ്ച് ചെയ്ത 2014 ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏകദേശം നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഓക്കെ, NAPCC. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ള 8 മിഷൻസ് ഉള്ളതിൽ ഒരു മിഷനാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഇന്ത്യ പ്ലാൻ എന്ന് പറയുന്നത്. ടോട്ടൽ 8 മിഷൻസ് ഉണ്ട് ഇതിൽ. അതിലെന്താണ് ഒരു മിഷനാണ് ഏതെന്ന് പറയുന്നത് ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇത് പറയുന്നത് എന്താണ് ഗ്രീൻ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എന്തോ റിലേറ്റഡ് ടു ഗ്രീൻ ഇന്ത്യ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഇന്ത്യ അല്ല ഗ്രീൻ അക്കൗണ്ടിങ് പ്രാക്ടീസിനെ പറ്റിയാണ് അത് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ് അത് അഗ്രികൾച്ചർ പോളിസി അതുപോലെ എന്താണ് ഫുഡ് സെക്യൂരിറ്റിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ആ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. എലിമിനേറ്റ് ചെയ്യാൻ ടാസ്ക്കാണ്, നല്ലോണം നമുക്ക് വായിച്ച് വയ്ക്കാൻ മനസ്സിലാവും. കാരണം ഇവിടെ എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷനെ പറ്റിയും രണ്ടാമത് പറയുന്നതാണ് ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ എന്താണ് അഗ്രികൾച്ചറിനെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് കളഞ്ഞ് നമുക്ക് ഏതാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെന്ന് മനസ്സിലാവും. അപ്പോൾ NAPCCയുടെ അണ്ടറിൽ 8 സ്കീംസ് ഉണ്ട്. അതിലൊന്നാണ് എന്ന് പറയുന്നത് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, റെസ്പോണ്ട് ടു ക്ലൈമറ്റ് ചേഞ്ച് ബൈ എ കോമ്പിനേഷൻ ഓഫ് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെത്തേഡ്സ്. അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യനാണ്. With reference to pre-packaged items in India, it is mandatory to manufacture to put which of the following information on the main label as per the Food Safety and Standards Packaging and Labeling Regulations 2011. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ത് നമ്മളൊരു പാക്കേജിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്ക് ചെയ്യുമ്പോൾ അതിലെന്താണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, list of ingredients including additives. Second one, nutrition information. Third one, recommendations if any made by medical professionals about the possibility of any allergic reaction. Fourth one, vegetarian or non-vegetarian. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡിങ് ഇൻ അഡിക്റ്റീവ്സ്. അതെന്തായാലും വേണം. കാരണം എന്താണ്, ഏതൊക്കെ അഡിക്റ്റീവ്സ് ആണെങ്കിലും എന്താണ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം? ബി ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ. എന്തായാലും എന്താണ് ന്യൂട്രീഷൻ ഇൻഫർമേഷനെ പറ്റി വേണം. ഓക്കെ, എന്തൊക്കെ ന്യൂട്രിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയണം. സോ രണ്ടും ഉണ്ട്. അപ്പോൾ എന്താണ് ഡിയും ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ള 1, 2, 3യും 1, 2, 4ഉം ആണുള്ളത്. മൂന്നാമത്തെ നോക്കി, റെക്കമെൻഡേഷൻസ് ഇഫ് എനി മെയ്ഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽ അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ആൻ അലർജിക് റിയാക്ഷൻ. ഓക്കെ, അവിടെ എന്താണ് ഒരു ചെറിയൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് തോന്നും. കാരണം എന്താണ്, അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ റെക്കമെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് എന്താണ് ഒരു കമ്പനി ആ ഒരു ഉൽപ്പന്നം ഇതാക്കുന്നെങ്കിൽ എന്താണ് ആ കമ്പനിയുടെ ഒരു ഇത് മതി നമുക്ക്. ഓക്കെ, അവരുടെ ഒരു റെക്കമെൻഡേഷൻ മതി. അല്ലെങ്കിൽ എന്താണ് കമ്പനി പറയണം ഇതിൽ ഇന്നതുപോലെ എന്താണ് പ്രശ്നങ്ങളുണ്ട്. അല്ല എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളിപ്പോൾ എന്താണ് ഒരു മെഡിക്കൽ പ്രൊഫഷനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് അതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് എന്താണ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, കമ്പനിക്ക് തന്നെ അറിയാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൽ പ്രശ്നങ്ങളുള്ളത് എന്താണ് ആ കമ്പനി തന്നെ എന്താണ് അതിൽ കൊടുത്താൽ മതി. അതിൽ എന്താണ് പുറത്തുനിന്നൊരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. ദെൻ വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. ഓക്കെ, അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? അപ്പോൾ നമ്മളിതിൽ എന്താണ് മാക്സിമം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഏറ്റവും ആക്യുറേറ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് നോക്കിയാൽ മതി. കാരണം എന്താണ് എന്തായാലും ന്യൂട്രിയൻസ് ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്. അതുപോലെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നും കൂടി അറിയണം. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരി. കാരണം 4ഉം ശരിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിലില്ല. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് എയും എലിമിനേറ്റ് ചെയ്തിട്ട് എന്താണ് ആൻസർ C 1, 2 and 4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ അതാണ് എന്ത് 34ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ബാക്കി എലിമിനേഷൻ മെത്തേഡിലൂടെ എന്താണ് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് 35ാമത്തെ പ്രോജക്റ്റ് ലൂൺ സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്. എഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോജക്റ്റ് ലൂണിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. എന്താണെന്ന് ഫസ്റ്റ് വൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സോളാർ പവർ പ്രൊഡക്ഷൻ ടെക്നോളജി, വാട്ടർ കൺസർവേഷൻ ടെക്നോളജി. ഓക്കെ, വേസ്റ്റ് ഉണ്ട്, വയർലെസ് ഉണ്ട്, സോളാർ ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഒരു ഓട് കൊണ്ടായിട്ട് നിൽക്കുന്ന ഏതാണ് നമുക്കൊരു ഫീൽ തോന്നുന്നത്? ഓക്കെ, കാരണം ചില ക്വസ്റ്റ്യൻസ് UPSC അങ്ങനെയായിരിക്കും. ബാക്കി ഓപ്ഷൻസ് എല്ലാം എന്തായിരിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് റിലേറ്റഡ് ആയിട്ട് വരും. പക്ഷേ എന്തായിരിക്കും അതിൽ ഒന്ന് മാത്രം എന്തായിരിക്കും ഓട് കൊണ്ടായിട്ടിരിക്കും. മോസ്റ്റ്ലി എന്ന് പറയുന്നില്ല, എന്നാലും എന്താണ് മിക്കപ്പോഴും എന്താണ് ആ ഒരു ഓട് കൊണ്ടായിരിക്കും എന്ത് ശരിയാവാനുള്ള ചാൻസ്. ഓക്കെ, സോ ഇവിടെ ഓടുകൊണ്ടായിട്ടിരിക്കുന്നതാണ് വേസ്റ്റ് ഉണ്ട്, വയർലെസ് ഉണ്ട്, സോളാർ ഉണ്ട്, വാട്ടർ ഉണ്ട്. സോളാർ, വാട്ടർ, വേസ്റ്റ് ഇത് മൂന്നും എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ വയർലെസ് എന്താണ് ഇത് ഒരു ഓടുകൊണ്ടായിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. സോ ഇത് ഇവിടെ ആൻസർ ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോജക്റ്റ് ലൂൺ എന്ന് പറയുന്നത്? ഇതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. ആരുടെ? ഗൂഗിളിൻ്റെ ആയിരുന്നു. ഓക്കെ, ഗൂഗിളിൻ്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ഓക്കെ, ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആണെന്ന് പറയുന്നത് പ്രോജക്റ്റ് ലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് എന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായിട്ടുള്ള ലൂൺ LLC എന്ന് പറയുന്ന ഒരു കമ്പനി എന്താണ് ഇത് ഏറ്റെടുത്തു. ലൂൺ LLC ഗൂഗിളിൻ്റെ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തത്? ലൂൺ LLC ഏറ്റെടുത്തു. ഓക്കെ, സോ ഇറ്റ്സ് ഗോൾ ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആക്സസ് ടു റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ് യൂസിങ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂൺസ്. ഓക്കെ, സോ എന്താണ് ഇവരുടെ ഗോൾ എന്ന് പറയുന്നത്? ടു പ്രൊവൈഡ് internet access. Okay, to provide internet access to rural and remote areas by using what? Using high altitude balloons. Okay, using high altitude balloons. ഓക്കെ, സോ അതാണ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ലൂണിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ഫോം ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, ഈ ഹൈ ആറ്റിറ്റ്യൂഡ് ബലൂൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ബി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണിത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് ലൂൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ എന്താണ് ഫാക്ട് ബേസ്ഡും ആണ്. 36 net metering is sometimes seen in news in the context of promoting the again current affairs relating. Okay, net metering. First one, production and use of solar energy by households or consumers. Second one, use of piped natural gas in kitchens of household. Third one, installation of CNG kits in motor cars.
ഫോർത്ത് വൺ ഇൻസ്റ്റാളേഷൻ ഓഫ് വാട്ടർ മീറ്റേഴ്സ് ഇൻ അർബൻ ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ എന്താണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് സോളാർ എനർജി ബൈ ദ ഹൗസ് ഹോൾഡ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഓക്കെ, ഈ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് 2016 നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണ് മിക്ക ക്വസ്റ്റ്യൻസും എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതെന്താണ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ ട്രിക്ക് ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ മിനിമം ആണ്. ആൻസർ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് സോളാർ എനർജി ബൈ ഹൗസ് ഹോൾഡ് ഓർ കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, അതാണെന്ത് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇറ്റ്സ് എ ബില്ലിംഗ് മെക്കാനിസം. ഓക്കെ, ഇതെന്താണ് നെറ്റ് മീറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ബില്ലിംഗ് മെക്കാനിസം ആണ്. Net metering is a billing mechanism that credits solar energy system owners for the electricity they add to grid. ഓക്കെ, അതെന്താണ് ഇത് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എന്താണ് നമ്മളെ വീട്ടിൽ സോളാർ സിസ്റ്റം വാങ്ങിച്ചു അല്ലെങ്കിൽ സോളാർ എനർജി വെച്ചിട്ട് എന്താണ് അതിൽ നിന്ന് ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്ന എനർജി നമ്മൾ എന്താണ് വിൽക്കുകയാണ്. ഓക്കെ, ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് കൊമേഴ്ഷ്യലി എന്താണ് നമുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് എന്താണ് ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബില്ലിങ്ങിൽ വരുന്ന എന്താണ് ഒരു കുറവ് വരും. ഓക്കെ, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ട് എന്താണ് അത് ബാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ബില്ലിങ്ങിൽ എന്താണ് അതിൻ്റെ ഒരു റിഡക്ഷൻ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് എന്ത് ഈ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് അലോസ് ഡൊമസ്റ്റിക് ഓർ കൊമേഴ്ഷ്യൽ യൂസേഴ്സ് who generate their own electricity using solar panels or photovoltaic system to export their supplies energy back to the grid. ഓക്കെ, അവരുടെ എക്സസ് വരുന്ന എനർജി എന്ത് ചെയ്യുക? ബാക്ക് ടു ഗ്രിഡിലേക്ക് എന്താണ് തിരിച്ച് കൊടുക്കുക. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നെറ്റ് മീറ്ററിങ്ങിൻ്റെ ബാക്കി യൂസേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കണം, ഡിസഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നോക്കി പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's ranking in the ease of doing business index is sometimes seen in the news. Which of the following has declared that ranking? അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓക്കെ, അല്ല ഇതിൻ്റെ റാങ്കിങ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓർഗനൈസേഷൻ കോർപ്പറേഷൻ ഫോർ എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റ്, OECD, ദെൻ വേൾഡ് എക്കണോമിക് ഫോറം, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എപ്പോഴും ആരായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ബാങ്ക് ആയിരിക്കും. വേൾഡ് ബാങ്ക് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന എന്താണ് ഒരു ഇൻഡെക്സ് ആണ്. ഓക്കെ, വേൾഡ് ബാങ്ക് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഒരു ഗ്ലോബൽ റാങ്കിങ് സിസ്റ്റം ദാറ്റ് അസസ് ദ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് എക്കോണമീസ്. ഓക്കെ, ഡിഫറെൻറ്റ് എക്കോണമീസിലുള്ള ബിസിനസ്സിൻ്റെ ആക്സസ്, അതാണ് എന്ത് ഈ ഒരു ഇൻഡെക്സ് വഴി നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷേ ഏകദേശം എന്താണ് 2021 ആയപ്പോൾ എന്താണ് 2021 എന്ത് ചെയ്തു? വേൾഡ് ബാങ്ക് ഇതെന്ത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, നമ്മളിപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് നോക്കണമെങ്കിൽ എന്താണ് 2021 ആയപ്പോൾ എന്താണ് ഈ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ബാങ്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്താണ് അവിടെ ഡേറ്റ ഇറഗുലാരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡേറ്റ ഇറഗുലാരിറ്റീസ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് വേൾഡ് ബാങ്ക് 2021 ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ ഇത് കൂടെ എന്താണ് വേൾഡ് ബാങ്കിൻ്റെ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ നോക്കുമ്പോൾ വേൾഡ് ബാങ്കിൻ്റെ മറ്റ് എന്തൊക്കെ റിപ്പോർട്ട്സാണ് വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ബാക്കി ഓപ്ഷൻസോ, അതായത് OECD, വേൾഡ് എക്കണോമിക് ഫോറം, അതുപോലെ എന്താണ് WTO, ഇതിനെ പറ്റിയൊക്കെ എന്താണ് ബാക്കി ഒന്ന് നോക്കി പോവുക, അത് നല്ലതായിരിക്കും. ഓക്കെ, ഇതെല്ലാം നോർമലി എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിനെ പറ്റിയായാലും WTOയെ പറ്റിയായാലും അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിനെ പറ്റിയായാലും അപ്പോൾ അവരുടെയൊക്കെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്, അവരുടെയൊക്കെ ആനുവലി വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം എന്താണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റൻ നോക്കുന്നതിൻ്റെ കൂടെ നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 38ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബെഞ്ചാറാസ് ഡ്യൂറിങ് ദ മിഡീവിയൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി വെയർ ജനറലി അഗ്രികൾച്ചറിസ്റ്റ്, വാരിയസ്, വീവേഴ്സ്, ട്രേഡേഴ്സ്. അപ്പോൾ ആരാണ് ബെഞ്ചാറാസ്? ഓക്കെ, മിഡീവിയൽ ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആരാണ് ബെഞ്ചാറാസ് എന്നാണ് ചോദിച്ചേക്കുന്നത്? അഗ്രികൾച്ചറിസ്റ്റ്, വാരിയേഴ്സ്, വീവേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. അപ്പോൾ ഇതിൽ ആരാണ് ബെഞ്ചാറാസ്? ആരാണ്? നമുക്കറിയാം, നമ്മൾ മിഡീവൽ ഇന്ത്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യയുടെ ടേംസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഒരുപാട് ടേംസ് ഇതുപോലെ ഉണ്ട്. അപ്പോൾ അതിലേതാണ് വരുന്നത്? ആൻസർ ഡി ആണ്, ട്രേഡേഴ്സ് ആണ് വരുന്നത്. ബെഞ്ചാറാസ് എന്ന് വെച്ചാൽ എന്താണ്? ട്രേഡേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ആരാണ് ബെഞ്ചാറാസ് എന്ന് വെച്ചാൽ ദ ട്രേഡേഴ്സ്. മിഡീവൽ ഇന്ത്യ നോക്കുമ്പോൾ എന്താണ് ഇതുപോലുള്ള വേർഡ്സ് നോക്കി വയ്ക്കുക. ഒരുപാട് എന്താണ് മിഡീവൽ ഇന്ത്യയിൽ ഇതുപോലെ ഇപ്പോൾ ട്രേഡേഴ്സ്, വീവേഴ്സ്, വാരിയേഴ്സ്, അഗ്രികൾച്ചറിസ്റ്റ് ഇതുപോലുള്ള ഒരുപാട് പേർക്ക് എന്താണ് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. അതുകൂടാതെ എന്താണ് ഒരുപാട് ടാക്സേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ എന്താണ് ഓരോ കിങ്ഡവും പല പല ടാക്സേഷൻ സിസ്റ്റംസ്, പല പല അവിടുത്തെ സൈനികർ അല്ലെങ്കിൽ എന്താണ് ഓരോന്നിനും എന്താണ് ഓരോരോ ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വയ്ക്കുക. ഏതാണ് വരുന്നത് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റത്തില്ല.
Okay, so Banjaras ആണ് ആൻസർ. ബഞ്ചാറാസ് എന്ന് വെച്ചാൽ എന്താണ്? Their nomadic community played a crucial role in the medieval period. Okay, their nomadic community ആയിരുന്നു. Okay, nomadic community ആയിരുന്നു, and they have a crucial role in trading. Okay, സോ അതുകൊണ്ടാണ് എന്താണ് അവർ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബഞ്ചാറാസ് ആർ ട്രേഡേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഹൂ ഓഫ് ദ ഫോളോയിങ് ഹാഡ് ഫസ്റ്റ് ഡെസിഫൈഡ് ദ എഡിക്ട്സ് ഓഫ് എംപറർ അശോക? എംപറർ അശോകൻ്റെ എഡിക്ട്സ് ഫസ്റ്റ് ഡെസിഫൈ ചെയ്ത ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ജോർജ് ബൂലർ, ജെയിംസ് പ്രിൻസപ്പ്, മാക്സ് മുള്ളർ, വില്യംസ് ജോൺസ്. ഇതിലാരാണ്? നമുക്കറിയാം ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഓക്കെ, അത് ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിലെല്ലാ ക്വസ്റ്റിനും മിക്ക ക്വസ്റ്റിനും എന്താണ് 2016 മിക്ക ക്വസ്റ്റിനും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അശോകൻ്റെ ഈ ഒരു അശോകൻ്റെ എഡിക്ട്സ് എന്താണ് ഫസ്റ്റ് ഡെസിഫൈ ചെയ്ത ആരാണ്? ജെയിംസ് പ്രിൻസപ്പ് ആയിരുന്നു. ഓക്കെ, അതായത് ഏകദേശം എന്താണ് 1837 എന്ത് ജെയിംസ് പ്രിൻസപ്പ് എന്താണ് ഇത് ഫസ്റ്റ് ഡിസഫൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ അശോകൻ എന്ന് പറയുന്നത്? നമുക്കറിയാം മൗര്യൻ എംപയറിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? അശോകൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് എംപയർ അശോകൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ആൾസോ അശോകനെ പറ്റി നോക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ബിന്ദുസാര, അദ്ദേഹത്തിൻ്റെ ഫാദർ ആയിരുന്നു ബിന്ദുസാരയായിരുന്നു. അതുകൂടാതെ എന്താണ് അശോകൻ ഏത് വാറിൽ വെച്ചാണ് അദ്ദേഹത്തിന് ചേഞ്ച് ഉണ്ടായത്? മൈൻഡ് ചേഞ്ച് ആയത് കലിംഗ വാറിൽ വെച്ചാണ് അദ്ദേഹം മൈൻഡ് ചേഞ്ച് ആയി. പിന്നെ എന്താണ് ബുദ്ധിസത്തിലോട്ടാണ് പോയത്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് മൗര്യൻ എംപയറിൽ ഒരു പ്രധാനപ്പെട്ട റൂളറായിരുന്നു അശോകൻ. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എഡിക്ട്സ്, ഇപ്പോൾ മൈനർ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള പില്ലർ എഡിക്ട്സ് ഉണ്ട്. അതെല്ലാം എന്താണ് നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുക എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലർ എഡിക്ട്സ്, അതുപോലെ എന്താണ് റോക്ക് എഡിക്ട്സ് ഒക്കെ വരുന്നത്. ദെൻ അദ്ദേഹം എന്താണ് ബിന്ദുസാരയുടെ മകനായിരുന്നു. സോ ബിന്ദുസാരയാണ് നമ്മൾ മാറിപ്പോയില്ല. ബിംബിസാര എന്ന് പറഞ്ഞ മറ്റൊരാൾ കൂടിയുണ്ട്. ഓക്കെ, ബിംബിസാര എന്ന് പറയുന്നത് ഏതാണ്? ഹരിയങ്ക ഡൈനസ്റ്റിയിലുള്ളതാണ്. ഓക്കെ, ബിന്ദുസാര മൗര്യ. ഓക്കെ, രണ്ടും കൂടി മാറിപ്പോരുത്. ഓക്കെ, ബിംബിസാര എന്ന് പറയുന്നത് ഹരിയങ്ക ഡൈനസ്റ്റിയിലുള്ളതാണ്. അത് ഏതിന് കീഴിൽ വരുന്നത്? മഗധ റീജിയനായിരുന്നു എന്ത് അവർ റൂൾ ചെയ്തിരുന്നത്. ഓക്കെ, അതുകൂടാതെ ഇവരെന്തായിരുന്നു ഈ ബിംബിസാര എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധൻ്റെ കണ്ടംപററീസ് ആയിരുന്നു. ഓക്കെ, ബുദ്ധയുടെ കണ്ടംപററീസ് ആയിരുന്നു ഏത്? ബിംബിസാര എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അജാതശത്രു എന്നെ എന്താണ് കൊല്ലുകയൊക്കെ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട്. സോ നമ്മളിവിടെ നോക്കുന്നത് എന്താണ് അശോകൻ്റെയാണ്, ബിന്ദുസാരയാണ് ഫാദർ. അതുപോലെ എന്താണ് കലിംഗ വാറിൽ വെച്ചാണ് അശോകന് മൈൻഡ് ചേഞ്ച് ഒക്കെ ആയി. പിന്നീട് അദ്ദേഹം എന്താണ് ബുദ്ധിസത്തിലോട്ട് മാറുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അശോകൻ്റെ എഡിക്ട്സ്. ഓക്കെ, അപ്പോൾ അതുകൂടി നോക്കി നോക്കി ഏതൊക്കെ എഡിക്ട്സാണ് അദ്ദേഹം മെയിനായിട്ടുള്ള എഡിക്ട്സ് ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ മേജർ പില്ലർ എഡിക്ട്സ് ഏതൊക്കെയായിരുന്നു, മൈനർ പില്ലർ എഡിക്ട്സ് ഏതൊക്കെയായിരുന്നു, റോക്ക് എഡിക്ട്സ് ഏതൊക്കെയായിരുന്നു, അതുകൂടി എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അതിൻ്റെയൊക്കെ പ്ലേസ് എവിടെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതുകൂടി നോക്കുക. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഗ്രാം ന്യായാലയ ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓക്കെ, ഗ്രാം ന്യായാലയ ആക്ടിനെ വെച്ച് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, ആസ് പെർ ദ ആക്ട് ഗ്രാം ന്യായാലയസ് ക്യാൻ ഹിയർ ഓൺലി സിവിൽ കേസസ് ആൻഡ് നോട്ട് ക്രിമിനൽ കേസസ്. സെക്കൻഡ് വൺ, ദ ആക്ട് അലൗസ് ലോക്കൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആസ് മീഡിയേറ്റേഴ്സ് ഓർ കൗൺസിലേഴ്സ്. അപ്പോൾ എന്താണ് ഗ്രാം ന്യായാലയ ആക്റ്റാണ്. അപ്പോൾ എന്താണ് ഗ്രാം ന്യായാലയ ആക്ട് നമുക്ക് നോക്കാം. എന്താണ് എന്തോ ഒരു ആക്ടിനെ പറ്റി പറയുകയാണ്. എന്താണ് ഈ ഒരു വേർഡ് വായിക്കുമ്പോൾ തന്നെ എന്താണ് എന്തോ ഒരു കോർട്ട് പോലെ തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, ഗ്രാമത്തിലുള്ള ഒരു ന്യായാലയം എന്നുള്ളൊരു മീനിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് നോക്കി, ആസ് പെർ ദ ആക്ട് ഗ്രാം ന്യായാലയസ് ക്യാൻ ഹിയർ ഓൺലി സിവിൽ കേസസ് ആൻഡ് നോട്ട് ക്രിമിനൽ കേസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റാണ് തന്നേക്കുന്നത്. അവർക്ക് എന്താണ് സിവിൽ കേസ് മാത്രമേ ഹിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചോദിച്ചത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അവർക്ക് എന്താണ് സിവിൽ കേസ് മാത്രമല്ല ക്രിമിനൽ കേസും എന്താണ് അവർക്ക് ഹിയർ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ദ ആക്ട് അലോസ് ലോക്കൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആസ് മീഡിയേറ്റേഴ്സ് ഓർ കൗൺസിലേഴ്സ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, സോ ആൻസർ ആയിരിക്കും ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രാം ന്യായാലയ ആക്ട്? ഗ്രാം ന്യായാലയ ആക്ട് 2008 ആണ്. ഓക്കെ, എന്താണ് ഗ്രാം ന്യായാലയ ആക്ട് എന്ന് നോക്കുക. ഓക്കെ, അവർക്ക് എന്താണ് സിവിൽ കേസിലും അതുപോലെ എന്താണ് ക്രിമിനൽ കേസിലും എന്താണ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ. ഓക്കെ, ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കേസിൽ എന്താണ് ഇവർക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോർട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാം ന്യായാലയ ആക്ട് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഓക്കെ, നോർമലി എന്താണ് നമുക്കറിയാം നമ്മുടെ നോർമൽ കോർട്ടുകളിലെ പ്രൊസീജിങ് കാര്യങ്ങളും എന്തായിരിക്കും ചില ടൈമിലൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ് അത് സ്പീഡാക്കുക എന്നുള്ളൊരു എയിം കാരണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ കോർട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്രിമിനലായാലും സിവിലായാലും ഈ കേസുകളിൽ എന്താണ് ട്രയൽ സ്പീഡാക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, സ്പീഡ് ആൻഡ്
ഈസി ആക്സസ് ടു ജസ്റ്റിസ് സിസ്റ്റം. ഓക്കെ, ആക്സസ് ടു ജസ്റ്റിസ് സിസ്റ്റം. അപ്പോൾ അതാണെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാം ന്യായാലയ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആരായിരിക്കും ഇത് പ്രിസൈഡ് ചെയ്യുന്നത്? എപ്പോഴും ഒരു ന്യായാധികാരി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ന്യായാധികാരി ഉണ്ടായിരിക്കും. ആൻഡ് ഹീ ഈസ് പ്രിസൈഡിങ് ദ തിങ്സ്. ഓക്കെ, അദ്ദേഹമായിരിക്കും എന്ത് ഈ ഒരു സഭ അല്ലെങ്കിൽ എന്താണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇദ്ദേഹത്തിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? ഹി ഹാസ് ദ സെയിം ബെനിഫിറ്റ്സ് ഓഫ് ദ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും എന്താണ് അദ്ദേഹത്തിനും കിട്ടുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സ് എല്ലാം എന്താണ് ഈ ന്യായാധികാരിക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതാണെന്ത് ഗ്രാം ന്യായാലയ ആക്ട്. അപ്പോൾ ഗ്രാം ന്യായാലയ ആക്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഗ്രാം ന്യായാലയ ആക്ട് 2008 ആണ്. എന്താണ് ഇത് വരുന്നത്? ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കേസിൽ ഇത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്? സ്പീഡ് ആൻഡ് ഈസി ആക്സസ് ടു ജസ്റ്റിസ് സിസ്റ്റമാണ്. ആരാണ് ഇതിൻ്റെ ഇത് പ്രിസൈഡ് ചെയ്യുന്നത്? ന്യായാധികാരി ഉണ്ടായിരിക്കും. ആൻഡ് ഹി ഹാസ് ദ സെയിം ബെനിഫിറ്റ്സ് ആസ് ദ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനുള്ള എല്ലാ ബെനിഫിറ്റ്സും എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കും. സോ അതാണ് എന്ത് ഗ്രാം ന്യായാലയ ആക്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 41 വിത്ത് റെഫറൻസ് ടു ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ്. ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എമോങ് ഓൾ ദ പസഫിക് റിം കൺട്രീസ് എക്സെപ്റ്റ് ചൈന ആൻഡ് റഷ്യ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് അലയൻസ് ഫോർ ദ പർപ്പസ് ഓഫ് മാരിടൈം സെക്യൂരിറ്റി ഓൺലി. അപ്പോൾ നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് എമോങ് ഓൾ ദ പസഫിക് റിം കൺട്രീസ് എക്സെപ്റ്റ് ചൈന ആൻഡ് റഷ്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കുന്നത് എന്താണ്? ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നും. കാരണം എന്താണ്? എല്ലാ പസഫിക് റിം കൺട്രീസും ഉണ്ട്, അതിലേതൊക്കെ ഇല്ല? ചൈനയും റഷ്യയും ഇല്ല. ഓക്കെ, എക്സെപ്റ്റ് ചൈന ആൻഡ് റഷ്യ. അതെന്താണ്? ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? അങ്ങനെ അല്ല. ഓക്കെ, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് വൺ, ഇറ്റ്സ് എ സ്ട്രാറ്റജിക് അലയൻസ് ഫോർ ദ പർപ്പസ് ഓഫ് മാരിടൈം സെക്യൂരിറ്റി ഓൺലി. നമ്മൾ പറഞ്ഞു ഒരു മാരിടൈം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരു കൺസെപ്റ്റ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് ഒരിക്കലും എന്താണ് മാരിടൈം സെക്യൂരിറ്റി മാത്രമായിരിക്കില്ല. പ്രധാനമായിട്ടും എന്തായിരിക്കും? ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അല്ലെങ്കിൽ എന്താണ് മാരിടൈം സെക്യൂരിറ്റി അതിൽ കാണും. പക്ഷേ എന്താണ് കൂടുതൽ എന്തിനായിരിക്കും കൊടുക്കുന്നത്? ട്രേഡോ അല്ലെങ്കിൽ എന്താണ് താരിഫ്സ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും, അല്ലെങ്കിൽ എന്താണ് ലേബർ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എന്താണ് ഈ നമ്മുടെ ഓഷനിലേക്ക് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും ആ ഒരു ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? മാരിടൈം സെക്യൂരിറ്റി മാത്രം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതുകൊണ്ട് എന്താണ് അതും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2 ആണ്. ഓക്കെ, സോ ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് പസഫിക് റിം കൺട്രീസിലുള്ള എല്ലാ കൺട്രീസിൻ്റെയും കൂടെ, അല്ലെങ്കിൽ പസഫിക് റിം കൺട്രീസിലുള്ള എല്ലാവരുടെയും എഗ്രിമെൻ്റ് അല്ല. ഓക്കെ, സോ ഇറ്റ്സ് എ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ 12 പസഫിക് റിം കൺട്രീസ്. അപ്പോൾ എന്താണ്? ഏകദേശം 12 പസഫിക് റിം കൺട്രീസ് മാത്രമുള്ള ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന 12 കൺട്രീസ് ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, അതുപോലെ ബ്രൂണൈ, ദെൻ കാനഡ, ചിലി, ജപ്പാൻ, മലേഷ്യ, മെക്സിക്കോ, ന്യൂസിലാൻഡ്, പെറു, സിംഗപ്പൂർ, വിയറ്റ്നാം ആൻഡ് US. അപ്പോൾ ഇത് ഇത്രയും പേരാണെന്ത് ഈ ഒരു ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പിൽ ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതെന്താണ്? പസഫിക് റിം കൺട്രീസ് എല്ലാം ഇല്ല. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് മാരിടൈം സെക്യൂരിറ്റി മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്കറിയാം നോർമലി ഒരു മാരിടൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് എന്തായിരിക്കും? ട്രേഡ് ലിബറലൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എയിം എന്തൊക്കെയാണ്? ട്രേഡ് ലിബറലൈസേഷൻ. ഓക്കെ, ദെൻ റെഡ്യൂസിങ് താരിഫ്, then establishing common rules for areas like intellectual property, then labor standards and environmental protection. Okay, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട എയിമുകളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ നോക്കി വയ്ക്കുക ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് ആരൊക്കെ തമ്മിലുള്ളതാണ്, ഏതൊക്കെ കൺട്രീസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണ്, ഓക്കെ ഏത് റീജിയനിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 42 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഇന്ത്യ ആഫ്രിക്ക സബ്മിറ്റ് held in 2050 was the third such summit.
സെക്കൻഡ് വൺ വാസ് ആക്ച്വലി ഇനിഷ്യേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ 1951. അപ്പോൾ നമ്മളെന്താണ് ഇന്ത്യ ആഫ്രിക്ക സബ്മിറ്റിനെ പറ്റി എന്താണ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻസർ എന്തായിരിക്കും? ആൻസർ എ ആണ്. ഹെൽഡ് ഓൺ 2050 വാസ് ദ തേർഡ് സച്ച് സബ്മിറ്റ്. ഓക്കെ, ഇത് 2008 സ്റ്റാർട്ട് ചെയ്തതാണ് എന്ത് ഇന്ത്യ ആഫ്രിക്ക സബ്മിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആണെന്ന് മനസ്സിലാവും. കാരണം ഇറ്റ് വാസ് ആക്ച്വലി ഇനിഷ്യേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ 1951 എന്നാണ് കൊടുത്തേക്കുന്നത്. കാരണം അല്ല, ഇത് എപ്പോഴാണ് 2008 എന്ത് ഫസ്റ്റ് സബ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സബ്മിറ്റ് ന്യൂഡൽഹിയിലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് 2011 എന്ത് സെക്കൻഡ് സബ്മിറ്റ് നടന്നത്. അതെവിടെ വെച്ചായിരുന്നു? ആഡിസ് അബാഡയിൽ വെച്ചായിരുന്നു. അതായത് എത്യോപ്യയുടെ ക്യാപിറ്റലായിരുന്നു ഈ ആഡിസ് അബാഡ എന്ന് പറയുന്നത്. ഓക്കെ, എത്യോപ്യ. ദെൻ തേർഡ് സബ്മിറ്റ് നടന്ന എപ്പോഴായിരുന്നു? 2015. അതാണ് ഇവിടെ പറയുന്നത്. ഹെൽഡ് 2015 വാസ് ഓക്കെ 2015 വാസ് ദ തേർഡ് സച്ച് സബ്മിറ്റ്. ഓക്കെ, സോ 2015 എന്ത് തേർഡ് സബ്മിറ്റ് നടന്നത്. അത് എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സബ്മിറ്റ് അതുപോലെ തേർഡ് സബ്മിറ്റ് എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. സെക്കൻഡ് സബ്മിറ്റ് ആഡിസ് അബാഡയായിരുന്നു. അതെവിടെയാണ്? എത്യോപ്യയാണ്. ഓക്കെ, എത്യോപ്യയുടെ ക്യാപിറ്റലാണ് ആഡിസ് അബാഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ ദ ആഫ്രിക്കൻ ഇന്ത്യൻ റിലേഷൻ ആൻഡ് ഹെൽഡ് വൺസ് ഇൻ എവറി 3 years. ഓക്കെ, വൺസ് ഇൻ എവറി 3 years. ഓക്കെ, സോ തേർഡ് സബ്മിറ്റ് ആയിരുന്നു എന്ത് 2015 നടന്നത്. അപ്പോൾ ഫസ്റ്റ് 2008 ദെൻ സെക്കൻഡ് വൺ 2011 ആയിരുന്നു. തേർഡ് വൺ 2015 ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ ആഫ്രിക്കയും തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ആഫ്രിക്കൻ റിലേഷനും തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് എന്താ പറയുന്നത്? ഇന്ത്യ ആഫ്രിക്ക സബ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, വൺ ഓൺലി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇതെന്താണ്? ആക്ച്വലി ഇനിഷ്യേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു അല്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ 2008. ഓക്കെ, നെക്സ്റ്റ് 43ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓർ പർപ്പസസ് ഓഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്? ഓക്കെ, MCLR announced by RBI. First statement. These guidelines help improving the transparency in the methodology followed by banks for determining the interest rate on advances. Second one, these guidelines help ensure availability of bank credits at interest rates which are fair to the borrowers as well as banks. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? 1 only, 2 only, both 1 and 2, neither 1 nor 2. Okay, marginal cost of fund based lending rate. First one എന്താണ്? These guidelines help improve the transparency in the methodology followed by banks for determining the interest rate on advances. Okay, second one പറയുന്നത് എന്താണ്? These guidelines help ensure availability of bank credit at interest rates which are fair to the borrowers as well as the banks. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ഏകദേശം കുറച്ച് മീഡിയം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ MCLRനെ പറ്റിയാണ്. എന്താണ് MCLR എന്ന് നമ്മൾ നോക്കി വയ്ക്കുക. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? MCLR എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരിക്കും? നോർമലി നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? ടു എൻഹാൻസ് ദ ട്രാൻസ്പാരൻസി ആൻഡ് ഫെയർനെസ്. ഓക്കെ, ടു എൻഹാൻസ് transparency and fairness. In what? Fairness in the determination of interest rate. Okay, in the determination of interest rate. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയുള്ളൊരു റേറ്റാണ് എന്ന് പറയുന്നത് ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത്, MCLR എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? അത് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഒരു ട്രാൻസ്പാരൻസി അതുപോലെ ഫെയർനെസ് ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, അതിനുവേണ്ടി RBI കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ RBI കൊണ്ടുവന്നൊരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ MCLR എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താണ് അതിന് പകരം എന്താണ്? റെപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, റെപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ്. ഓക്കെ, അതായത് RLLR എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണിത് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, MCLR ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് മറ്റേ ഇപ്പം എന്താണ് കൂടുതൽ റെപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് ആണ് ഉള്ളത്, RLLR. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44.
വാട്ട് ഈസ് ദ യുണീക്ക് അബൌട്ട് ഖാരേ ക്യാമൽ എ ബ്രീഡ് ഫൗണ്ട് ഇൻ ഇന്ത്യ? അപ്പോൾ ഖാരേ ക്യാമലിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സ്വിമ്മിങ് അപ് ടു 3 kilometers in sea water. It survives by grazing on mangroves and it lived in wild and cannot be domesticated. അപ്പോൾ നമുക്ക് നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് തോന്നില്ല. കാരണം ഇറ്റ് ലിവ്സ് ഇൻ ദ വൈൽഡ് ആൻഡ് കനോട്ട് ബി ഡൊമസ്റ്റിക്കേറ്റഡ്. ഓക്കെ, ഇതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. നോർമലി ക്യാമൽസിനെല്ലാം എന്താണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് നമ്മൾ എലിമിനേഷൻ ചെയ്താൽ അതുപോലെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം? ഡി, സി, ബി. അങ്ങനെ എന്താണ് ഓപ്ഷൻ എ മാത്രമേ അതിൽ റൈറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് അത് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, കാരണം കാരേ ക്യാമൽസിന് എന്താണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കാരേ ക്യാമൽസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്ന യൂണിക് ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. ഇൻ കേസ് അറിയത്തില്ലെങ്കിലും എന്താണ് ക്യാമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ എന്താണ് ആ ഒരു തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 1 and 2 റൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഖാരേ ക്യാമൽസ് എന്ന് പറയുന്നത്? ദർ എ യുണീക് ബ്രീഡ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഓക്കെ, മെയിനായിട്ട് എന്താണ് നമ്മുടെ ഗുജറാത്തിലെ കച്ചിൽ മാത്രമാണ് ഇതുള്ളത്. ഓക്കെ, ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ് ഈ ഒരു ആനിമൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാമലിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ആൾസോ ദേ ക്യാൻ സ്വിമ്മിങ് അപ് ടു 3 kilometers in sea water ആൻഡ് ദേ മെയിൻലി സർവൈവ് ബൈ ഗ്രേസിങ് മാംഗ്രോവ്സ്. ഓക്കെ, അവരെന്താണ് മാംഗ്രോവ്സ് ആണ് ഗ്രേസ് ചെയ്ത് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, മാംഗ്രോവ്സ് ഗ്രേസ് ചെയ്തിട്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ദേ ക്യാൻ ബി ഡൊമസ്റ്റിക്കേറ്റഡ്. ഓക്കെ, ദേ ക്യാൻ ബി ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് യൂസ്ഡ് ബൈ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അവരെന്താണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൾസോ യൂസ്ഡ് ബൈ ദ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇത് കാണുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ് ഈ ഖാരേ ക്യാമൽ കാണുന്നത്. അവിടെ മാത്രമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ആൻഡ് ആൾസോ അതുകൊണ്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു പ്ലേസിൽ മാത്രമേ കാണുന്നുള്ളൂ, കച്ച് റീജിയനിൽ മാത്രമാണ് കാണുന്നത്. ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് സ്വിമ്മിങ് അപ് ടു 3 kilometers in sea water and also they surviving by grazing on mangroves. ഓക്കെ, അപ്പോൾ അതാണ് ഖാരേ ക്യാമലിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, recently our scientists have discovered a new and distinct species of banana plant which attains a height of about 11 meters and has orange colored fruit pulp. In which of the part of India has it been discovered? ഓക്കെ, അഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? 45ാമത്തെ ആൻസർ എ ആണ്. ആൻഡമാൻ ഐലൻഡ്സിലാണ് ഈ ഒരു ബനാന പ്ലാന്റേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്? സയൻറ്റിഫിക് നെയിം പറയുന്നത് എന്താണ്? മൂസ ഇൻഡാൻഡ മാനൻസിസ്. ഓക്കെ, മൂസ ഇൻഡാൻഡ മാനൻസിസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയുന്നത്. നമ്മുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻറ്റിസ്റ്റാണെന്ത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻറ്റിസ്റ്റാണെന്ത് ഇതിനെ കണ്ടെത്തിയത്. ഓക്കെ, സോ അതാണെന്ത് ഈ മൂസ ഇൻഡിക്ക മെനൻസിസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബനാന പ്ലാന്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ആ ടൈമിൽ. അഗെയിൻ, which one of the following is the best description of INS Astradharini that was in news recently? Again കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയാൽ എന്താണ് പകുതിയിലധികം ക്വസ്റ്റ്യൻസ് എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ഫാക്റ്റ് അറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആൻസർ അറിഞ്ഞാൽ മാത്രമേ ഇത് ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. 46ാമത്തെ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് INS Astradharini ദാറ്റ് വാസ് ഇൻ ദ ന്യൂസ് റീസെൻ്റ്ലി. അപ്പോൾ INS Astradharini പറ്റിയാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ടോർപെഡോ ലോഞ്ച് ആൻഡ് റിക്കവറി വെസലാണ് എന്തെന്ന് പറയുന്നത് ഈ INS Astradharini എന്ന് പറയുന്നത്. ഓക്കെ, INS Astradharini എന്ന് വെച്ചാൽ ടോർപെഡോ ലോഞ്ച് ആൻഡ് റിക്കവറി വെസലാണ്. ഓക്കെ, ഇതാരാണ്? നമ്മുടെ ഇൻഡിജിനിയസ്ലി ബിൽറ്റ് ടോർപെഡോ ലോഞ്ച് ആൻഡ് റിക്കവറി വെസലാണിത്. ഓക്കെ, നമ്മുടെ ഇന്ത്യ തന്നെ ബിൽറ്റ് ചെയ്തതാണ്. ഇൻഡിജിനിയസ്ലി ബിൽറ്റ് ആണ് ആൻഡ് ഇറ്റ് കമ്മീഷൻഡ് ഓൺ 6th October 2015. ഓക്കെ, 2015 October 6 ഇത് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, സോ അതാണ് INS Astradharini പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ബാക്കി എന്താണ് നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും നോക്കി വയ്ക്കുക. ഓക്കെ, ഇതിലെല്ലാം എന്താണ് INS പറ്റിയാണ് പറയുന്നത്. അപ്പോൾ INSൻ്റെ വാർഷിപ്പ് ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സബ്മറൈൻ ഏതൊക്കെയുണ്ട്, ന്യൂക്ലിയർ പവറുടെ എയർക്രാഫ്റ്റ് ഏതൊക്കെയുണ്ട്, അത് കൂടെയൊക്കെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ നോക്കി പോവുക. ഓക്കെ, 47, വാട്ട് ഈസ് ഗ്രീസ്ഡ് ലൈറ്റിംഗ് ടെൻ GL10 റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ്? അഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഗ്രീസ്ഡ് ലൈറ്റിംഗ് 10 അല്ലെങ്കിൽ GL10 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഇറ്റ്സ് ആൻ ഇലക്ട്രിക് പ്ലെയിൻ ടെസ്റ്റഡ് ബൈ നാസ. ഓക്കെ, GL10 എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രിക് പ്ലെയിൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ നാസ. ഓക്കെ, അപ്പോൾ ഇത് ഒരു റിമോട്ടലി പൈലറ്റ് ബാറ്ററി പവേർഡ് എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, റിമോട്ടലി പൈലറ്റിൽ ബാറ്ററി പവേർഡ് എയർക്രാഫ്റ്റ് ആണ്.
Okay, and it has a prototype with 10 engines designed and tested by NASA. Okay, എത്ര എഞ്ചിൻ ഉണ്ട്? 10 engines ആണ്. ഓക്കെ, 10 engines ആണ്. ആരാണ് ഇത് ചെയ്യുന്നത്? നാസയാണ്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ഇനി ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? ഇറ്റ് ഹാസ് ദ കേപ്പബിൾ ഓഫ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ക്യാൻ കേപ്പബിൾ ഓഫ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. ഓക്കെ, വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങിനുള്ള കഴിവുണ്ട് അതിന്. ഇനി നോക്കി, നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ നോക്കേണ്ടത് എന്താണ്? ലാസ്റ്റ് പറയുന്നുണ്ട് ഇസ്രോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, റീയൂസബിൾ റോക്കറ്റ് ഡിസൈൻഡ് ബൈ ഇസ്രോ. ഓക്കെ, അപ്പോൾ അതെന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പുഷ്പക് എന്ന് പറയുന്ന ഒരു വിമാനം. ഓക്കെ, പുഷ്പക് എന്ന് പറയുന്ന റോക്കറ്റാണ്. അതെന്താണ്? ഇറ്റ്സ് എ റീയൂസബിൾ റോക്കറ്റ് ഡിസൈൻഡ് ബൈ ഇസ്രോ ആണ്. ഓക്കെ, ഇസ്രോ ഫോർമലി ലോഞ്ച് ആയിട്ടുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ് എന്ന് പറയുന്നത് പുഷ്പക് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്താണ്? ടെക്നോളജി ഡെമോൺസ്ട്രേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നോക്കി വയ്ക്കുക, ഈ ഒരു ക്വസ്റ്റൻ നോക്കാം. പുഷ്പക് എന്താണ്? ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ് അല്ലെങ്കിൽ ഇസ്രോ വികസിപ്പിച്ചെടുത്ത ഒരു റീയൂസബിൾ റോക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി എന്താണ് ഈ ഒരു ക്വസ്റ്റൻ നോക്കുമ്പോൾ നമ്മൾ നോക്കി വയ്ക്കുക. അടുത്ത 48, with reference to initiative for nutritional security through intensive millet promotion, which of the following statement is or are correct? Okay, millet promotion പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. This initiative aims to demonstrate the improved production and post-harvest technologies and to demonstrate value addition techniques in an integrated manner with a cluster approach. Second one, poor, small, marginal and tribal farmers have a larger stake in this scheme. Third one, an important objective of the scheme is to encourage farmers of commercial crops to shift to millet cultivation by offering them free kits of critical inputs of nutrients and micro irrigation equipments. അപ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്? ഇത് ഏതാണ്? ആൻസർ സി ആണ്. 1ഉം 2 മാത്രമേ എന്തായിട്ടുള്ളൂ റൈറ്റ് ആൻസർ ആയിട്ടുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? തെറ്റാണ്. An important objective of the scheme is to encourage farmers of commercial crops to shift to millet cultivation. ആ ഒരു ഇത് പറയുന്നില്ല. ഓക്കെ, കൊമേഴ്ഷ്യൽ ക്രോപ്സ് മറ്റെന്താണ് മില്ലറ്റ് കൾട്ടിവേഷനിലോട്ട് ആക്കാനായിട്ട് എന്താണ് പറയുന്നില്ല. ഓക്കെ, പ്രൊമോട്ടിങ് മില്ലറ്റ് കൾട്ടിവേഷനേ ഉള്ളൂ. ഓക്കെ, അത് ഡിഡ് നോട്ട് സ്പെസിഫിക്കലി ടാർഗറ്റ് ടു റിമൂവ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, ദ ഡിഡ് നോട്ട് ടാർഗറ്റ് ടു റിമൂവ് ദ കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ആ ഒരു കൺസെപ്റ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ 1 and 2 ആണ് ഇത് ആൻസർ എന്ന് പറയുന്നത്. Okay, and it aims to demonstrate the improved production and post-harvest. Okay, and also post-harvest technologies and to demonstrate value addition techniques in an integrated manner with a cluster approach. And also they consider poor, small, marginal and tribal farmers have a larger stake in this scheme. So first 2 statements ശരിയാണ്. സോ ആൻസർ എന്താണ്? സി ഓപ്ഷൻ 1 and 2 ഓൺലി ആയിരിക്കും. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Swadeshi and boycott were adopted as methods of struggle for the first time during the agitation against the partition of Bengal, Home Rule movement, Non-Cooperation movement, visit of Simon Commission in India. നമുക്കറിയാം സ്വദേശിയും ബോയ്ക്കോട്ടും എപ്പോഴാണ് വന്നത്? 1905, 1906 ടൈമിലൊക്കെയാണ് എന്ത് വരുന്നത്. അത് എന്തുകൊണ്ടാണ്? 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ കാരണമാണ്. ഓക്കെ, 1905 ആരാണ്? ലോർഡ് കഴ്സൺ എന്ത് ചെയ്തു? ബംഗാൾ പാർട്ടീഷൻ ചെയ്തു. അത് വെച്ച് അതിനുശേഷമാണ് എന്ത് വന്നത്? സ്വദേശി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാരാണ് ഈ ഒരു മൂവ്മെൻറ്റ് കൂടുതലൊക്കെ ഇത് ചെയ്തത്? നമ്മൾ കേട്ടിട്ടുണ്ട് ലാൽ ബാൽ പാൽ. ഓക്കെ, അതായത് ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ 3 പേരും എന്താണ് ഈ ഒരു ടൈമിൽ കീ എലമെൻറ്റ്സ് ആയിരുന്നു അല്ലെങ്കിൽ കീ പീപ്പിൾസ് ആയിരുന്നു. ഓക്കെ, ഇവരെന്താണ് ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതുകൂടാതെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് പാർട്ടീഷൻ ആരാണ് ചെയ്തത്, ഏത് വർഷമാണ് ചെയ്തത്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. അതുകൂടാതെ നെക്സ്റ്റ് അടുത്ത ഹോം റൂൾ മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഹോം റൂൾ മൂവ്മെൻറ്റ് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ? ആദ്യമായിട്ട് ആരായിരുന്നു? തിലക് കൊണ്ടുവന്നു. ദെൻ അതുകൂടാതെ തിലകും ആനി ബെസൻറ്റും ആയിരുന്നു എന്ത് കീ പീപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, തിലകും ആനി ബെസൻറ്റും കൊണ്ടുവന്നതാണ്. പിന്നെന്താണ് ഇവർ ഒരുപാട് സത്യാഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. തിലകിൻ്റെ മൂവ്മെൻറ്റ് മെയിനായിട്ട് എവിടെയായിരുന്നു? മഹാരാഷ്ട്ര കർണാടക റീജിയനിലേക്കായിരുന്നു. പക്ഷേ ആനി ബെസൻറ്റ് എന്താണ് കുറച്ചും കൂടിയൊക്കെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തു. ബാക്കി പാർട്ട് ഇന്ത്യയിലെ ബാക്കി പാർട്ടിലൊക്കെ എന്താണ് സ്പ്രെഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുമ്പോൾ എന്താണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നമുക്കറിയാം 1920 എന്താണ് 1920 1919 എന്ത് ജാലിയൻ വാലാബാഗ് മസ്കറിൻ ഉണ്ടായി. സോ അതിൻ്റെ ഫലമായിട്ട് എന്താണ് അഗെയിൻ ഗാന്ധിജി എന്താണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്സ്, ദെൻ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം എന്താണ് ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ എങ്ങനെയാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കിയത്? 1922
ചൗരി ചൗര ഇൻസിഡൻറ്റ്. സോ അതെന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് കാരണമായി. ദെൻ ലാസ്റ്റ് എന്താണ് വിസിറ്റ് ഓഫ് സൈമൺ കമ്മീഷൻ ഇന്ത്യ പറയണം 1927 ഓക്കെ. 1927 സൈമൺ കമ്മീഷനായിരുന്നു. എന്തിനായിരുന്നു? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അതിൻ്റെ ചലഞ്ച് ഓക്കെ. അതിന് മാറ്റി എന്താണ് ഇന്ത്യൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അതിന് ഇന്ത്യൻസ് തന്നെ എന്താണ് ആദ്യമേ എതിർത്തു. കാരണം എന്തായിരുന്നു? ഇതിൽ എല്ലാ മെമ്പേഴ്സ്, ഇതിലുള്ള ഫുൾ മെമ്പേഴ്സ് 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ആ 7 മെമ്പേഴ്സും ആരായിരുന്നു? വൈറ്റ് പീപ്പിൾസ് ആയിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യക്കാർ ഇതിനെ എതിർത്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് എന്ത് നമ്മൾ പറഞ്ഞു, പഞ്ചാബിൽ ലാലാ ലജ്പത് റായിക്ക് എന്താണ് ലാലാ ലജ്പത് റായ് മരിക്കാൻ കാരണം എന്താണ്? ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ കാരണം കൊണ്ടാണ് ഓക്കെ. കാരണം ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ലാത്തി കൊണ്ട് ഇത് ബീറ്റായി. സോ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ലാലാ ലജ്പത് റായ് മരിക്കാനൊക്കെ കാരണമായത്. അപ്പോൾ അതൊക്കെ എന്താണ് ഈ സൈമൺ കമ്മീഷനായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതുകൂടിയൊക്കെ എന്താണ് നോക്കി പോവുക ഓക്കെ. ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ, ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. With reference to the religious history of India, consider the following statement. The concept of bodhisattvas is central to Hinayana sect of Buddhism. Second one, bodhisattvas is a compassionate on the way to enlightenment. Third one, bodhisattvas delays achieving his own salvation to helps all sentient belong on their path on it. Okay, അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ. ഫസ്റ്റ് നോക്കി, ദ കോൺസെപ്റ്റ് ഓഫ് ബോധിസത്വസ് ഈസ് എ സെൻട്രൽ ടു ഹീനയാന സെക്ട് ഓഫ് ബുദ്ധിസം. അപ്പോൾ ഹീനയാന സെക്ട് ഓഫ് ബുദ്ധിസത്തിലാണ് ഓക്കെ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലായി തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവും. കാരണം ആൻഷ്യൻ്റ് ഇന്ത്യ റിലേറ്റഡിലാണ്, ഹീനയാന സെക്റ്റിലല്ല. ഏതിലാണ്? മഹായാനയിലാണ് എന്ത് ബോധിസത്വം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. ബോധിസത്വ ഈസ് എ കോമ്പഷനേറ്റ് ഓൺ വേ ടു എൻലൈറ്റ്മെൻ്റ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ബോധിസത്വസ് ഡിലേ അച്ചീവിങ് ഹിസ് ഓൺ സാൽവേഷൻ ടു ഹെൽപ്പ് ഓൾ സെൻറ്റിനെൻറ്റ് ബീയിങ് ഓൺ ദ പാത്ത് ടു ഇറ്റ് ഓക്കെ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2, 1, 3 ഓൺലിയാണ് ഓക്കെ. 2, 3 എന്താണ് ശരിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ബോധിസത്വം നോക്കുമ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് നോക്കുക ഏതിലാണ്? മഹായാന ബുദ്ധിസത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിസത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുദ്ധിസത്തിനെ എത്രയായിട്ട് മെയിനായിട്ട് നമുക്ക് തിരിക്കാം? ബുദ്ധിസം തന്നെ നമുക്ക് എന്താണ് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഹീനയാന, അല്ലെങ്കിൽ തേരാവാദ ബുദ്ധിസം നമുക്ക് പറയാം. ദെൻ മഹായാന, ദെൻ വജ്രയാന ഓക്കെ. അങ്ങനെ 3ആയിട്ട് ബുദ്ധിസത്തിനെ തിരിക്കാം. അപ്പോൾ ഈ 3ൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഹീനയാന ബുദ്ധിസം എന്തൊക്കെയാണ് പറയുന്നത്? മഹായാന ബുദ്ധിസത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതുപോലെ വജ്രയാന ബുദ്ധിസത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ എന്താണ് അവരുടെയൊക്കെ ഐഡിയൽസ് എന്തൊക്കെയായിരുന്നു? ഇതെല്ലാം എന്താണ് ഈ ഒരു ക്വസ്റ്റൻ നോക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ബുദ്ധിസവും ജെയിനിസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് UPSC റിലേറ്റഡ് ആയിട്ട്. സോ അതെന്താണ് എന്തായാലും നോക്കി വയ്ക്കുക ഓക്കെ. ബുദ്ധിസത്തിൻ്റെ ഏതൊക്കെയായിരുന്നു സബ്സെക്ഷൻസ് വരുന്നത്, അതുപോലെ ജെയിനിസം എന്തൊക്കെയാണ് പറയുന്നത്, ജെയിനിസത്തിൽ ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവരുടെ കൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു, അവരുടെ ഐഡിയൽസ് എന്തൊക്കെയായിരുന്നു, അതെല്ലാം എന്താണ് നമ്മൾ നോക്കി വയ്ക്കുക ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത പാർട്ടിൽ, തേർഡ് പാർട്ടിൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് 50 to 75 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് എന്താണ് എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് ഒരുപാടൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല ഇതിൽ ഓക്കെ. എന്നാലും എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.